ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ദിവസങ്ങളാണ്. മെയ് മാസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ അമ്മ കേട്ട ഒരു വചനമാണ്. കേട്ട പ്രധാനപ്പെട്ട വചനങ്ങളൊന്നാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് ദ ലോർഡ് ഈസ് വിത്ത് യു. പരിശുദ്ധമ്മ കേട്ട ഏറ്റവും ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊന്നായിരുന്നത് കർത്താവ് നിന്റെ കൂടെ. ഇന്ന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വചന ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നൂറുകണക്കിന് തവണ നമ്മൾ കേട്ടൊരു വചനമാണ്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അത് അവസാനിപ്പിക്കരുത്, ഈ വചനം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ കേട്ടു എന്ത്? കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന്. മറിയം ഇത് കേട്ടിട്ട് നമുക്കിന്ന് പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയൊരു സഹായം എന്താണെന്നറിയോ? നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ നിൽക്കുകയാണ്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് ആ വചനം സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഇന്ന് ഈശോയുടെ വചനം സ്വീകരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നിന്റെ കൂടെ അമ്മയുണ്ടെന്ന്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്ന താളുകളിൽ ഇങ്ങനെ കാണുന്നില്ലേ? 19-ാമത്തെ അധ്യായത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, അമ്മ നിനക്കിതാ കൂട്ടായിട്ട് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കൂട്ടുവരുമെന്ന് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലേ? യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാം, മറ്റൊരു സഹായകനെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയക്കും. അതുപോലെ തന്നെ ഈശോ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു കൂട്ടാണ് ആര്? പരിശുദ്ധ അമ്മ. ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് മാത്രമല്ല, വചനം കേൾക്കുന്ന നമ്മൾ എല്ലാവരോടും ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്, നിനക്ക് ഒരു കൂട്ട്, ഒരു അമ്മയുടെ കൂട്ട് ഞാൻ തരികയാണ്. ആരുടെ? എൻ്റെ അമ്മ നിനക്ക് കൂട്ടായിട്ട് വരാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ ഒരു കൂട്ട്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് കേട്ട മറിയം ഇന്ന് നമ്മുടെ കൂടെ ഒരു കൂട്ടായിട്ട്, അമ്മയായിട്ട് അടുത്ത് നിൽക്കുക. ആ സ്നേഹത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചോണം. പരിശുദ്ധമ്മ കൂടെ നിൽക്കുന്ന സന്ദർഭങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ? ഒന്ന്, കാനായിലെ കല്യാണ വിരുന്നിലാണ് മറിയം അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയം അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം, മാതാവേ ഈശോയുടെ അടുത്ത് എനിക്ക് വേണ്ടി സംസാരിക്കണം. എപ്പോഴാ ഞാൻ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സിറ്റുവേഷനിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കൽഭരണികളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് നിൽക്കുന്ന സമയത്ത്, ഈ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെയൊക്കെ വീഞ്ഞ് തീർന്നു പോകുന്നൊരു സമയത്ത്, ഈ കാലി ഭരണിയുമായിട്ട് ചിലപ്പോൾ നിറച്ചു വെച്ച കലവുമായിട്ട് വെള്ളവുമായിട്ടൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത്, അമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമേ, ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. നമ്മുടെ ഇല്ലായ്മകളിൽ നമുക്കൊരു കൂട്ടായിട്ട് ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മ. പിന്നെ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നില്ലേ ഈ കുരിശിൻ്റെ ചോട്ടിൽ യോഹന്നാൻ്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. നമ്മളും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കേണ്ടവർ, എല്ലാവരും ഓടി ഒളിക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരമ്മ ഉണ്ടാവും. അതാണ് നമ്മുടെ വലിയൊരു ശക്തി. ബാക്കി 11 പേരും ഓടി ഒളിച്ചു, യോഹന്നാൻ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. ഒറ്റയ്ക്കായി പോയി നിൽക്കുന്ന യോഹന്നാൻ്റെ അടുത്ത് ആരുണ്ട്? അമ്മയുണ്ട്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോകുമ്പോൾ പ്രാർത്ഥിച്ചോണം, അമ്മേ മാതാവേ, യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ ഒറ്റയ്ക്കായി പോയപ്പോൾ കൂടെ നിന്ന അമ്മയാണ്, ദാ എൻ്റെ കൂടെ നിന്നേക്കണേ. കാനായിലെ ഇല്ലായ്മകളിൽ മാത്രമല്ല, കുരിശിൻ ചുവട്ടിലെ ഒറ്റപ്പെടലുകളിലും എനിക്ക് കൂട്ടായിട്ട് ഈശോ തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈശോയുടെ അമ്മ, എൻ്റെ അമ്മ പരിശുദ്ധ മറിയം. മൂന്നാമത്, പരിശുദ്ധമ്മ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നൊരു സമയം പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? 120ഓളം വരുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ? പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും പരിശുദ്ധ അമ്മ. മെഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മ പലതവണയായിട്ട് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്തപ്പോൾ വളരെ കാതലായിട്ട് കൊടുത്ത്, വളരെ ഫൗണ്ടേഷനായിട്ട് കൊടുത്തൊരു സന്ദേശമാണ്, പ്രേ 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 വിത്ത് മീ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇങ്ങനെ ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിൽ ഇങ്ങനെ മെഡ്ജുഗോറിയിൽ അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ഒരു 2 വർഷം മുമ്പ് കിട്ടിയിരുന്നു. മെഡ്ജുഗോറിയിൽ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ, ജപമാല ചൊല്ലിയൊക്കെ നടക്കുമ്പോൾ അവിടെ വെച്ച് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. ഞാൻ നേരത്തെ ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സ്വരം കേൾക്കാൻ, ഒരു വ്യക്തിയിലൂടെ ഒരു സ്വരം കേൾക്കാൻ എനിക്കും ഒരു മെസ്സേജ് പോലെ കിട്ടുകയുണ്ടായി. ജിൻസച്ച പ്രാർത്ഥിച്ചോളുക, ഇംഗ്ലീഷിലാട്ടോ പറഞ്ഞത്, ജിൻസച്ച എന്നല്ല വിളിച്ചത്. ഫാദർ യു പ്രേ വിത്ത് മേരി, മറിയത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. ഒരു പുരോഹിതനോട്, എനിക്കൊന്നൊരു പുരോഹിതന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിലും ഒക്കെ ഒന്നായിരിക്കും അതെന്ന് തോന്നുന്നു. വൈദിക, നീ ആരുടെ കൂടെ പ്രാർത്ഥിക്കുക? മറിയത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. കാരണം ആദ്യത്തെ ഈ വൈദിക കൂട്ടായ്മ, അപ്പസ്തോലിക സഭ, ആ 120ഓളം വരുന്ന ശിഷ്യന്മാർ ആരുടെ കൂടെ പ്രാർത്ഥിച്ചു? മറിയത്തിൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. തിരിച്ചു ചിന്തിച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ കൂടെ മറിയം കൂട്ടായിട്ടുണ്ടായിരുന്നു. 3 സാഹചര്യങ്ങളാണ്. ഒന്ന്, കാനായിലെ ഇല്ലായ്മകൾ. 2, കുരിശിൻ ചുവട്ടിലെ ഒറ്റപ്പെടലുകൾ. നമ്മുടെ പ്രാർത്ഥനാ വേളകൾ. നമുക്ക് കൂട്ടായിട്ട് ഈ 3 സന്ദർഭങ്ങളും പരിശുദ്ധ അമ്മ ഉണ്ടാകും. യോഹന്നാൻ കേട്ടതുപോലെ ഇത് കേട്ടേക്കുക, ഇതാ എൻ്റെ അമ്മ, അമ്മ എൻ്റെ കൂടെയുണ്ട്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്ന് കടന്നുറങ്ങുക. നിങ്ങളുടെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് കൊടുക്കുക. അമ്മേ മാതാവേ,
ഈശോയോട് എൻ്റെ ഈ കാര്യം ഒന്ന് സംസാരിക്കണമേ. ചിലപ്പോൾ നിൻ്റെ ഒരു ഇല്ലായ്മയായിരിക്കാം, നിൻ്റെ ഒരു ഒറ്റപ്പെടലായിരിക്കാം, നിൻ്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കാം, കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായിരിക്കാം. എന്തോ ആവട്ടെ, പരിശുദ്ധ അമ്മ വഴി അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക, അനുഗ്രഹമായിട്ട് മാറട്ടെ. അമ്മേ മാതാവേ, നീ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ അമ്മ ഇവരുടെ അടുത്തിരിക്കണമേ. കൂട്ടായിട്ട് യോഹന്നാൻ്റെ അടുത്തിരുന്നത് പോലെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യോഹന്നാൻ്റെ വീട്ടിൽ വസിച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിലും അമ്മ വന്ന് വസിക്കണമേ. ഞങ്ങളുടെ വീടുകൾ കാനയിലെ പോലെ ഇല്ലായ്മകളെ ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോൾ അമ്മ ആ വീട്ടിലേക്ക് വരണമേ. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ, കൂട്ടായ്മകൾ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമേ. വി പ്രേ വിത്ത് യു മേരി. ഞങ്ങളോട് ഈശോയുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അമ്മ സംസാരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.